CPM സംസ്ഥാന സമ്മേളനം നടക്കുന്നതിനിടെ കൊല്ലത്ത് ഉദ്ഘാടന ചടങ്ങുകളില്ലാതെ പാലം തുറന്നു നൽകി. മൂന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഓലയിൽ കടവ് പാലം തുറന്നു നൽകിയിരുന്നില്ല. നാലാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാതെ പാലം തുറക്കില്ല എന്നായിരുന്നു മുകേഷ് MLA നേരത്തെ പറഞ്ഞത്. ദിലീപ് ദേവസിയുടെ വിശദാംശങ്ങളുമായി ദിലീപ്, ഈ പാലം തുറന്നു നൽകാത്തത് വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ സമ്മേളനത്തിനിടെ ഉദ്ഘാടന ചടങ്ങ് പോലും ഇല്ലാതെ പാലം തുറന്നു നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, കൊല്ലത്തുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഈ പാലമൊന്ന് തുറന്നു നൽകുക എന്നുള്ളത്. റിപ്പോർട്ടർ TV അടക്കം നിരവധി തവണ ഈ പാലത്തെക്കുറിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. 2 വർഷമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് മൂന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു, ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി 4ാം ഘട്ട നിർമ്മാണം എവിടെ കൊണ്ട് ചെന്ന് അവസാനിപ്പിക്കുമെന്നും അറിയാതെ വർഷങ്ങളായി ഈ പാലം ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കൊല്ലത്ത് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയും ചെയ്യുന്നത്. ആശ്രാമം മൈതാനത്താണ് CPM-ൻ്റെ പൊതുസമ്മേളനം നടക്കുന്നത്. അതിനുവേണ്ടി വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാലം ഒരു കൊട്ടിഘോഷങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ലാതെ പാലം തുറന്നു നൽകുകയും ചെയ്തത്. ഇത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല, ഈ കൊല്ലം ജനത തന്നെ പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പാലം തുറന്നു നൽകിയത് ആരും അറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് അടക്കം നിരവധി തവണ ജനകീയമായി ഈ പാലം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ആരും അറിയാതെ അല്പം മുമ്പ് ഈ പാലം JCB ഉപയോഗിച്ച് തുറന്നു നൽകിയത്. നമ്മളോടൊപ്പം നിരവധി തവണ ഈ പാലം ഉദ്ഘാടനം ചെയ്ത ബിന്ദു കൃഷ്ണൻ ചേർന്ന്. അറിഞ്ഞായിരുന്നോ ഈ പാലം ഉദ്ഘാടനം? ഇല്ല, ഞെട്ടിപ്പോയി. എത്ര നാൾ ഇത് ഉദ്ഘാടനം ഇത് പണി പൂർത്തിയാക്കിയിട്ട് വർഷം 2ആയി. ഇതിൻ്റെ 1ാം വാർഷികത്തിലും തുടർന്ന് 1.5 വർഷമായപ്പോഴും ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്യും. ഇവർ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ സാധനങ്ങൾ എടുത്ത് ദൂരെ കളയുകയൊക്കെ ചെയ്തതാ. പക്ഷെ പിന്നെയും വന്ന് കടുകട്ടി സാധനങ്ങൾ എടുത്ത് വെച്ച് ചൈന വൻമതിൽ പോലെ അടച്ചു വെച്ചിരുന്നത്. ജനങ്ങളുടെ നികുതി പണം വെച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കൊല്ലത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കൂടി തുടങ്ങിയ ഈ പണി പൂർത്തിയാക്കിയ പാലം തുറക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് CPM പോവുകയാണ്. CPM-കാരുടെ സ്വകാര്യ സ്വത്തായി മാത്രം കേരളത്തിൽ സംസ്ഥാന സമ്മേളനത്തിന് മറ്റൊന്ന് 9-ാം തീയതി പൊതുസമ്മേളനമാണ്. ഒരുപാട് പ്രവർത്തകർ വരുമ്പോൾ അവർക്ക് പോകാനുള്ള വഴിയൊരുക്കല. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം കൂടെ കാണിച്ചു കൊടുക്കുക വിനീത. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വാഹനം വരുന്ന വഴിയെല്ലാം ഓട്ടോ കയറി വരുന്ന എന്തു മനോഹരമായ പാലത്തിലൂടെ ഒരു വാഹനം വരുന്ന ഒരു ഓട്ടോ വരുന്നത് കാണാം. ഇതുവരെ ഇങ്ങനെയൊരു കാഴ്ച ആരും തന്നെ. ശരി, ഏതായാലും ഉദ്ഘാടനം നടത്തിയില്ലെങ്കിലും പാലം തുറന്നു നൽകി എന്നതാണ്. ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.